ആഭ്യന്തരമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തായത് തട്ടിപ്പിനിരയായ ആളും ശരണ്യയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. ടെലിഫോൺ സംഭാഷണത്തിലേക്ക്. നിങ്ങൾ ഈ ചെന്നിത്തലയ്ക്ക് എസ്കോർട്ട് പോയെന്ന് പറഞ്ഞ ഉള്ളതാണോ? എസ്കോർട്ട് പോയെന്നോ? അതെന്റെ മോള് വന്നു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട്, വേണമെങ്കിൽ അയാളുടെ PA കൊണ്ടോ അവരെ കൊണ്ടോ, അവരുടെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ സഹിതമുണ്ട് ശരണ്യയുടെ കയ്യിൽ. അറിയാവോ? പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ മോളുമായിട്ട് പോയിട്ട്, എന്റെ മോടെ കൂടെ തന്നെ വേറെ ആളും ഉണ്ടായിരുന്നു. അവർക്ക് പോയിട്ട് എന്റെ മോടെ മാല ആരോ വലിച്ചു പൊട്ടിച്ച് താലി പോയിട്ട് അവരാ താലി, ആ പെണ്ണുമ്പിള്ള താലി മാറ്റി എന്റെ മോക്ക് പേരില്ലാത്ത താലി മെനഞ്ഞാന്ന് അവള് പോകുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. വൈഫ് എന്തെല്ലാം മുതൽ എന്റെ കൊച്ചുമോക്ക് കൊടുത്തു വിട്ടെന്നറിയാവോ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു തന്നു. വീട്ടിൽ കൊണ്ട് തരുവാ എന്തോ, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊന്നും നിങ്ങളിപ്പോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പം പിന്നെ മോനെ ഒരു അമ്മയാണെങ്കിലും തുറന്നു പറയും. നീ എവിടെ പിടിച്ചു വെച്ചോണ്ടിരുന്നാലും ശരി, ഞാൻ കള്ളം കാണിച്ചിട്ടുമില്ല, കള്ളം പറയത്തുമില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യം. എന്റെ മക്കൾ എന്റെ അടുത്ത് കള്ളം കാണിക്കാനും പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം അവിടെ വെച്ച് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്റെ മക്കൾ, എന്റെ മോനോട് ചോദിച്ചു നോക്ക്, എന്റെ മോനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കള്ളം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റാൻഡ് എന്ന് വെച്ചാല്, ഇപ്പം എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാല്, എനിക്ക് ജോലി വേണ്ട. നിങ്ങൾക്ക് രമേശ് ചെന്നിത്തലയായിട്ട് പിടിയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേർക്ക് ജോലി മേടിച്ചു കൊടുക്കുക. എനിക്ക് ശരണ്യ നിന്റെ മുമ്പിൽ എന്റെ മോള് ഒരാളെങ്കിലും തൊപ്പി കയറിയിരിക്കും. ഞാൻ പറയുന്നത് എല്ലാവരും വേണ്ടാന്നാക്കിയില്ല നീ. എല്ലാവരും നീ ഒരുത്തൻ വേണ്ടാന്നാക്കിയതാ. എല്ലാവരെയും ഒറ്റക്കറിയ നിൽക്ക. പിന്നെ അവിടെ നിന്നോ പിന്നെ എന്തുവാ, പിന്നെ കഞ്ഞിപ്പാറോ എന്തുവാ, പിന്നെ വടക്കങ്ങാണ്ടുള്ള ആ പയ്യനെ വരെ നീ വിളിച്ച് അവിടെ വരുത്തി നീ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങളിവിടെ ഇടപെടുത്തി തന്ന ആള് വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീട്ടിലാന്ന് പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അത് റെജിയാക്കി ഞങ്ങൾ സംസാരിച്ചോളാം. സംഭവം എല്ലാം ചെയ്തത്. മൂന്ന് നല്ല മാർഗം കിട്ടും. ഈശ്വര ഭാഗത്തുനിന്ന് മൂന്ന് നല്ല വഴി കിട്ടും. ഞാൻ കിട്ടിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്റെ സ്റ്റാൻഡാ ഞാൻ പറഞ്ഞേ, മനസ്സിലായോ? അത് എന്റെ സ്റ്റാൻഡ് അങ്ങനെ ആകാൻ കാരണം നിങ്ങളുടെ മോളാ. നിന്റെ പൈസ അവിടെ എത്തിച്ചിരിക്കും. ഇന്ന് എന്റെ മോള് പോയിരിക്കുന്നത് പൈസ മേടിക്കാനാ പോയിരിക്കുന്നത്. ആ പൈസ മേടിച്ച് അവിടെ എത്തിച്ചിരിക്കും. തട്ടിപ്പിനിരയായ ആളും ശരണ്യയുടെ അമ്മയും സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അതിൽ ഇടപാടിനെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധം, ചെന്നിത്തലയുടെ കുടുംബവുമായുള്ള ബന്ധം ഒക്കെ തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എസ് ഷാജഹാൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ഷാജി, രാവിലെ മുതൽക്ക് തന്നെ, ഒരുപക്ഷെ ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽക്ക് തന്നെ അത് രജിസ്റ്റർ ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിൽ അടക്കം പറയുന്ന ഏറ്റവും വലിയ സുപ്രധാനമായ കാര്യം ചെന്നിത്തലയുടെ ഓഫീസ് അടക്കം ഇൻവോൾവ് ആയ വിഷയം. പക്ഷേ അത്തരത്തിൽ അന്വേഷണം നീങ്ങുന്നില്ല എന്ന തരത്തിലായിരുന്നു. എന്നാൽ ശരണ്യയുടെ മൊഴി പോലും മാറ്റി ആഭ്യന്തര വകുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാക്കി തീർക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. എത്രത്തോളം സുപ്രധാനമാണ് ശരണ്യയുടെ അമ്മയുടെ വാക്കുകളിലേക്ക് കടന്നാൽ ഷാജി? തീർച്ചയായിട്ടും സൗമ്യ, നമുക്ക് ഈ ടെലിഫോൺ സംഭാഷണം ഈ ശരണ്യയെ അറസ്റ്റ് ചെയ്യുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഗൂഢാലോചന അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഇതിലില്ല എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ശരണ്യയുടെ അമ്മ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസും അവരുടെ കുടുംബവുമായിട്ട് ശരണ്യക്കുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് മാത്രം മതിയാവും ഈ കേസിൽ ശരണ്യ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ശരണ്യ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴി എത്രത്തോളം വാസ്തവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാര്യം ശരണ്യയുടെ അമ്മ ചില ഇടപാടുകാർ തങ്ങളുടെ പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശരണ്യയുടെ അമ്മയുമായി നടത്തിയ സംഭാഷണത്തിന്റെ അല്പഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ അവരെ കേൾപ്പിച്ചത്. ഇതിൽ വളരെ വ്യക്തമായിട്ട്, ഇതിന്റെ പൂർണ്ണഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ഇടപെടലുകളും ആഭ്യന്തരമന്ത്രിയോടൊപ്പം തന്റെ മകൾ എസ്കോർട്ട് പോകുന്ന കാര്യവും അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ പല പരിപാടികൾക്കും പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് ശരണ്യ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇതൊക്കെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത്. കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് മാത്രമല്ല
സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ ഏത് തരത്തിൽ ഇവരുടെ പക്കൽ വന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല. ശരണ്യയുടെ കുടുംബത്തിലുള്ളവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ശരണ്യ നൽകിയിരിക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വ്യക്തികളെയും അല്ലെങ്കിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ കേസ് ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഷാജി, കേവലം ഒരു ബന്ധം, അതായത് ഒരു സീലോ ഒരു ലെറ്റർ ഹെഡോ തരപ്പെടുത്തി എടുക്കുന്നതിലേക്കുള്ള ഒരു ബന്ധം എന്നതിനപ്പുറത്തൊരു ബന്ധം തന്നെയാണ് രമേശ് ചെന്നിത്തലയുമായാലും അദ്ദേഹത്തിന്റെ കുടുംബവുമായാലും ശരണ്യക്കുള്ളത് എന്ന് ശരണ്യയുടെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്തരത്തിൽ ഒരുപക്ഷെ പല കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനെ ആഭ്യന്തര വകുപ്പ് ഇൻവോൾവ് ആകാനുള്ള സാഹചര്യത്തെ ദുരുപയോഗപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ശരണ്യ എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ ആരാണ്, കൂടുതൽ ഉന്നതരാണ് എന്നുകൂടി വ്യക്തമാക്കുന്നതല്ലേ ശരണ്യയുടെ അമ്മയുടെ വാക്കുകൾ? തീർച്ചയായിട്ടും ശരണ്യയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം നമ്മോട് തുറന്നു പറഞ്ഞത് ഇത് 2 കോടി രൂപയൊന്നുമല്ല, അതിലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അത് തന്റെ ചേച്ചിയല്ല ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ വൻകിട ശക്തികളുണ്ട്. നിങ്ങൾ അവരിലേക്ക് പോകണം, അവരിലേക്ക് പോയാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ശരണ്യയുടെ സഹോദരൻ തന്നെ പറഞ്ഞത്. ഇത്തരത്തിൽ ശരണ്യയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അല്ലെ പരിസരവാസികൾക്കും ഒക്കെ തന്നെ ഈ കോൺഗ്രസ് ബന്ധം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇത്ര കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും മജിസ്ട്രേറ്റ് മൊഴി നൽകിയിട്ടെങ്കിൽ പോലും ശരണ്യയുടെ കുടുംബത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ശരണ്യയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നതരെ കുറിച്ച് അവർക്ക് അന്വേഷിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ അകത്ത് പ്രതിയായിട്ട് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കേസിൽ ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രമാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഷാജി, തിരികെ എത്താം. ഇപ്പോൾ ശ്രീ R ബാലകൃഷ്ണപിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഈ കേസ് വന്ന ഘട്ടത്തിൽ തന്നെ താങ്കൾ പറയുന്ന ഒരു സുപ്രധാനമായ കാര്യമാണ് ആഭ്യന്തര വകുപ്പിന്റെ സീലായാലും ലെറ്റർ ഹെഡ് ആയാലും ഒക്കെ എങ്ങനെ ഇവരുടെ പക്കൽ എത്തി, അല്ലെങ്കിൽ ഇവരതെങ്ങനെ നിർമ്മിച്ചതാണെങ്കിൽ അത് എങ്ങനെ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു ടെലിഫോൺ സംഭാഷണം വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. കാരണം ഈ തട്ടിപ്പിനിരയായ ആളും ശരണ്യയുടെ അമ്മയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണമാണ്. ആഭ്യന്തര വകുപ്പ് ഓഫീസുമായുള്ള ശരണ്യയുടെ ഒരു കേവല ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് ശരണ്യയുടെ അമ്മ പറയുന്നത് ചെന്നിത്തലയുടെ ഭാര്യ എത്രയോ തവണ ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവരുടെ കുട്ടികൾക്ക് പല സാധനങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഇവർ ഒരുമിച്ച് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ അടുത്ത ബന്ധം ശരണ്യയ്ക്ക് ചെന്നിത്തലയുമായും ചെന്നിത്തലയുടെ കുടുംബവുമായും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീ ബാലകൃഷ്ണപിള്ള, ഇപ്പൊ ഞാനിപ്പോ ഇതിന് ഒരു ഇന്നലെ ഞാൻ ആദ്യം ഈ കൈരളി പറഞ്ഞതും മറ്റു ചില TV പറഞ്ഞതുമായ നിലപാടിൽ നിൽക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ ഓരോന്നും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ചെന്നിത്തലയ്ക്ക് കൈ കഴുകാൻ കഴിയാത്തവണ്ണമുള്ള സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ചെന്നിത്തല, എന്റെ ചോദ്യം, ചെന്നിത്തല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓഫീസിൽ നടന്ന ക്രമക്കേടിനെ തന്റെ പേഴ്സണൽ സ്റ്റാഫിനെ, തന്റെ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്ന ഹരിപ്പാടാണ്, തന്റെ ക്യാമ്പ് ഓഫീസിൽ തന്റെ PAയും യൂത്ത് കോൺഗ്രസുകാരനും ഉൾപ്പെട്ട ഈ ഏർപ്പാടിൽ സീൽ ഉൾപ്പെടെ ചെന്നിത്തലയുടെ ഒറിജിനൽ ഓഫീസിന്റെ സീൽ തന്നെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവരുടെ പേരിൽ നടപടി എടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിലൊരു കേസ്, അതിൽ വളരെ പ്രധാന കേസാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സർക്കാർ സീല് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് മറ്റേ കേസിൽ അലൈഡായിട്ട് വരുമെങ്കിലും അതൊരു വലിയ സീരിയസ്. അതിന്റെ പ്രതി ഈ വേണു എന്ന് പറയുന്ന ആളാണ്. ആരാന്ന് എനിക്കറിയില്ല, ആളാണ്. അവർക്ക് തട്ടിപ്പുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് വേറൊരു കേസ്. അതിപ്പോ കോടതിയുടെ മുമ്പിലിരിക്കുന്ന കേസാണ്. 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതാണ് നിയമപരമായി. അതായത് ഈ കാര്യത്തിൽ ഓഫീസിലെ സർക്കാർ പ്രോപ്പർട്ടിയായ സീല് വളരെ പ്രധാനമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പോലും സീല് വളരെ പ്രധാനമാണ്. ആ സീല് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അതിനൊരു കേസെടുക്കണം, കേസെടുത്ത് അന്വേഷിക്കേണ്ടത് ആവശ്യമായി. ഞാൻ പറഞ്ഞ എന്താണെങ്കിലും ഇതിനെ സംബന്ധിച്ച് സത്യസന്ധവും വിശദമായ ഒരു അന്വേഷണം ഇനി ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വം എടുക്കാൻ പറ്റത്തില്ല, എടുക്കുന്നത് ശരിയല്ല. ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഈ കേസ് അന്വേഷിക്കണം. അതാര് വേണമെന്ന് കോടതി തീരുമാനിക്കട്ടെ. ഇത് വിജിലൻസ് അല്ല, ക്രിമിനൽ കേസാണ്. കോടതി തീരുമാനിക്കട്ടെ. അല്ലാതെ
ഇപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരം നമുക്കില്ല. ഈ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഈ കേസ് എന്നുള്ളതിന്. അത് പക്ഷേ ഉമ്മൻചാണ്ടി നാളെ രമേശ് ചെന്നിത്തല നിരപരാധിയാണെന്ന് പറയും. കാരണം ബാബു നിരപരാധി, ജേക്കബിന്റെ മകൻ നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി നിരപരാധി, ആരോപണം വരുമ്പോ നിരപരാധികൾ, ഇനി ആരോപണം വരാൻ പോകുന്നു ചിലർക്കെതിരായിട്ട്, അപ്പം നിരപരാധി, പിന്നെ കേസും പോലീസും എന്തിനാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോലെ ഓരോരുത്തരും നിരപരാധിയാന്ന്. ഇപ്പൊ തന്നെ നേരത്തെ തന്നെ മാണി നിരപരാധി, ബാബു നിരപരാധി. ഇങ്ങനെ നിരപരാധികളെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമില്ലല്ലോ. ശ്രീ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ ശരണ്യയുടെ അമ്മ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ ശരണ്യ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള മൊഴിയും കോടതിയിൽ നൽകിയിട്ടുള്ള മൊഴിയിലും ഒക്കെ തന്നെ ഇതിലും വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ഉണ്ടാകില്ലേ? പക്ഷേ ഉണ്ടാകണം. അതിപ്പോ കേസ് ഡയറിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് കോടതിക്ക് മാത്രമല്ലേ വിളിച്ചു വരുത്തി ചോദിക്കാൻ. ഇപ്പൊ വിവരാവകാശം അനുസരിച്ച് പോലും അത് കിട്ടുകയല്ലോ. ഇത് കോടതിയിൽ വരുന്നതാണ്. കേസ് ഡയറി പരിശോധിക്കാൻ കോടതിക്കല്ലേ അധികാരമുള്ളൂ, ഉദ്യോഗസ്ഥർ അധികാരമുണ്ട്. അപ്പൊ ഈ കേസ് ഡയറി, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേസ് ഡയറിയിൽ വരുന്നതാണ്. അപ്പൊ കേസ് ഡയറി പരിശോധിച്ച് കോടതി നടപടി എടുക്കണം. ആർക്കെങ്കിലും കോടതിയെ സമീപിക്കാം. ഇത് സബട്ടാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് നടപടി എടുക്കുന്നത് കോടതി നേരിട്ട് വേണം എന്ന് അതേ കോടതി തന്നെ പറയുകയും അതേ ഒരുപക്ഷെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, നമ്മൾ സമീപകാലത്ത് മറ്റു കേസുകളിലെല്ലാം കണ്ടതുപോലെ തന്നെ ഇവിടെയും ജുഡീഷ്യറിയുടെ ഒരു വലിയ ഇടപെടൽ വേണ്ട ഒരു ഘട്ടം കൂടിയാണെന്ന് കരുതുന്നു. അല്ല, ജുഡീഷ്യറി ഇടപെടൽ ഉണ്ടാവുമല്ലോ, ഒരു സംശയമൊന്നുമില്ല. ഉണ്ടാവുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ ജുഡീഷ്യറി ഒരുമാതിരി പെർഫെക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ജുഡീഷ്യറിയാണ് നമ്മുടെ ജുഡീഷ്യറി. ആരെന്തൊക്കെ പറഞ്ഞാലും പെർഫെക്റ്റ് ആണ്. നിർഭയമായി ഒരു പിന്നെ ഈ കേസുകൾ കേൾക്കുന്ന മജിസ്ട്രേറ്റാണെങ്കിലും ജഡ്ജിയാണ്, നിർഭയമായി കാര്യങ്ങൾ ചെയ്യണം, ഫേവറിറ്റിസം പാടില്ല എന്നൊക്കെയാണല്ലോ വ്യവസ്ഥ. ഏതാണ്ട് അത് ഒരുമാതിരി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജുഡീഷ്യറിയാണ് കേരളത്തിലെ ജുഡീഷ്യറി. അപ്പൊ അതുകൊണ്ട് ജുഡീഷ്യറിയിനകത്ത് ഇടപെടേണ്ട സാഹചര്യം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടപെടും. പക്ഷെ ആരെങ്കിലും ഒരു പബ്ലിക് ലിറ്റിഗേഷന്റെ മാതിരി കോടതിയെ ഇടപെടുത്താൻ ശ്രമിക്കണം. കോടതി അറിഞ്ഞുകൊണ്ട് ഇടപെടില്ല. കയ്യിലുണ്ടാകുന്ന മെറ്റീരിയൽസും കയ്യിൽ കിട്ടുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലെ കോടതിക്ക് കൊണ്ടുപോകാൻ കഴിയും. നിയമപരമായ ചില വശങ്ങൾ കൂടിയുണ്ട്. പക്ഷെ ഇവിടെ വലിയ സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കോടതിയുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളായാലും ശരണ്യക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചിനും അറിയാവുന്നതായിരിക്കുമല്ലോ, അല്ലെ? ഇതിനോടകം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരിൽ പോലും മറ്റുള്ളവരാരുമില്ല. ശരണ്യയുടെ ഭർത്താവ്, സഹോദരൻ, ആകെ ഒരു ഇതിന് എനിക്ക് നിങ്ങളുടെ പേരോട് എനിക്ക് സംഭവം ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങള് ഈ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ജുഡീഷ്യറിയുടെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനി വരാനുള്ളതല്ല. FIR ഉണ്ട്, ഇതിന് കേസെടുത്തിട്ടുണ്ട്. അത് DYSP, കായംകുളം DYSP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ഇത് മറ്റു തലങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ കായംകുളം DYSP അവിടുന്ന് സ്ഥലം മാറ്റി. ഇനി ആരെങ്കിലും ഒരാളെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചോന്ന് എനിക്കറിയില്ല, വെച്ച് കാണുമായിരിക്കാം. ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതി നേരിട്ട് ഇടപെടുകയും ഇൻവെസ്റ്റിഗേഷനുള്ള ആളുകളെ പ്രത്യേകമായി ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യണം എന്നൊരു ലിറ്റിഗേഷൻ, ഒരു പെറ്റീഷൻ പോകും. സ്വാഭാവികമായിട്ട് ആരെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട്. കൊടുത്തു കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ വലിയ മാനങ്ങളിലേക്ക് ഇത് പോകും. ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അതൊക്കെ ഈ പെൺകുട്ടിയുടെ, ഈ അമ്മയുടെ മൊഴിയും ഈ കേസിൽ ഇപ്പൊ പ്രധാനമാണ്. അതായത് മുൻ പരിചയം ഉണ്ടായിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തരയുടെ കുടുംബമായും വളരെയധികം അടുത്ത് ബന്ധമുണ്ടായിരുന്നതാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ അമ്മയുടെ മൊഴിയും പോലീസ് എടുക്കേണ്ടി വരും. അതും കേസ് ഡയറി ആയിട്ട് പോകേണ്ടി വരും. അപ്പൊ ഇതെല്ലാം പക്ഷെ നിഷ്പക്ഷമായ ഒരു പോലീസ് ആയിരിക്കണം. ഇതെല്ലാം വെറുതെയാണെന്ന് പറഞ്ഞ് ബാബുവിന്റെ കേസ് കൈകാര്യം ചെയ്ത്, ബാബുവിനെ പോലെ ഒരു അഴിമതിക്കാരനില്ല. ബാബുവിന്റെ കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യാൻ. ഇത് പിന്നെ ഒരു ഗുണമുണ്ട്, ക്വിക്ക് വെരിഫിക്കേഷനും ഒന്നുമില്ല. അതൊന്നും പറ്റുകയില്ല, ക്രിമിനൽ കേസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി നിരപരാധിയാണെന്ന് തീരുമാനിച്ച് ബാബുവിനെ അത് പിന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ പോലും നടത്തിയില്ല. മാണിക്കെതിരായി ക്വിക്ക് വെരിഫിക്കേഷൻ, അതിനേക്കാൾ കൂടുതൽ കട്ട ബാബുവിനെതിരായി ഒരു വെരിഫിക്കേഷനും ഇല്ല. ആരാണ്ട് അന്വേഷിച്ചു? എറണാകുളത്ത് കണ്ട ഒരാളെ. തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിൽ എറണാകുളത്താണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ അതിന് ലീഗൽ വാല്യൂവും ഇല്ലായിരുന്നു. ഇല്ല, പ്രാഥമിക അന്വേഷണത്തിന് വിട്ടില്ലല്ലോ. അതായത് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ UP നടന്ന ഒരു കേസ്, ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ക്വിക്ക് വെരിഫിക്കേഷൻ.
അത് ക്വിക്ക് വെരിഫിക്കേഷന് വിട്ടില്ലല്ലോ. നേരിട്ട് തന്നെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞൊരു പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് തിരികെ കൊടുത്തു. ഈ പൈസ വാങ്ങിച്ചത് മുഴുവൻ തിരുവനന്തപുരത്താ. അപ്പോ ഈ സംഭവം നടന്നത് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരത്താണ് പോലീസ് അന്വേഷിക്കേണ്ടത്. തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. തിരുവനന്തപുരത്തെ കോടതിയിലാണ് മാണിക്കെതിരായി കേസ് വന്നത്. വിജിലൻസ് കോടതിയിലാണ് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷെ ഇതാരാ അന്വേഷിച്ചത്? എറണാകുളത്ത് കണ്ടാരണ്ട. എറണാകുളത്തല്ലേ ഇത് നടന്നത്. സംഭവം നടന്നിരിക്കുന്നത് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് നിയമത്തിൽ പറയുന്ന അനുസരിച്ച് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം അല്ലേ? അപ്പൊ അന്വേഷിക്കേണ്ടത് തിരുവനന്തപുരത്തല്ലേ? അവിടെ ശ്രീ ബാലകൃഷ്ണപിള്ള നേരത്തെ തന്നെ ഈ ശരണ്യയുടെ സഹോദരനടക്കം വ്യക്തമാക്കിയിരുന്നു 2 കോടിയൊന്നുമല്ല വാങ്ങിയിട്ടുള്ളത് എന്നാണ്. ഇവിടെ ശരണ്യയും ശരണ്യയുടെ കുടുംബവും അല്ല ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് വ്യക്തമല്ലേ? അല്ല, അതെനിക്കറിയില്ല. ഞാൻ ഈ അറിയാത്ത കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഞാനിതിന്റെ നിയമവശങ്ങളാണ് ഒന്ന് പറഞ്ഞത്. 2, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. അതായത് ഞാൻ ചോദിച്ചത് ഈ ശരണ്യയും അവരുടെ കുടുംബത്തിലേക്കും അന്വേഷണം ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ വ്യാപകമായ ഒരു അന്വേഷണം, ഒരു പക്ഷേ അങ്ങനെ നടന്നാൽ ഈ തട്ടിപ്പിന്റെ കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് ഒരു അന്വേഷണം നടത്താനാകും. അത് ഞാൻ പീപ്പിൾ ഇന്നലെ തന്നെ രാത്രി പറഞ്ഞ ഞാൻ അവിടെ തന്നെ ഇത് ഈ ചെറിയൊരു അന്വേഷണം കൊണ്ടോ ഒരു സബ് ഇൻസ്പെക്ടർ അരിപ്പുറത്ത് സബ് ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നതുകൊണ്ടോ അവസാനിക്കാവുന്ന ഒരു കേസല്ല. ഇതിന് ഒരു വളരെ വിശദമായ ഒരു ടീം തന്നെ അന്വേഷിച്ച് മൊഴികളെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കേസാണ്. ആ കേസ് അന്വേഷണം അങ്ങനെ പോകാൻ കോടതി അങ്ങനെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ പിന്നീട് പറയേണ്ട കാര്യങ്ങൾ അന്നേരം പറയാം. ഏതായാലും ഇത് ആരെങ്കിലും കോടതിയിലേക്ക് പോകുമെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം കേരളം പോലൊരു സംസ്ഥാനത്തിൽ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ഇതുകൂടി അന്വേഷിക്കാൻ കോടതിക്ക് പറയേണ്ടി വരും. കോടതിയാണല്ലോ, നമ്മുടെ വീട്ടിലിരിക്കുന്ന കാര്യമല്ലല്ലോ, അന്വേഷിക്കേണ്ടി വരും. അപ്പൊ കാര്യങ്ങളൊക്കെ നടന്നോളൂ. ഇത് വല്ലാണ്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് നടന്നോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. വളരെ നന്ദി പിള്ള സാർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ് നമ്മളോട് പ്രതികരിച്ചത്.